ഹായ് എവരിവൺ. നമ്മുടെ രക്തത്തിൽ നിന്നും സോഡിയത്തിന്റെ അളവ് കുറയുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്ന് നോക്കാം. ഇലക്ട്രോലൈറ്റ്സ് പ്രധാനമായും നമ്മുടെ കോശങ്ങളുടെ ഫ്ലൂയിഡ് ബാലൻസ് കീപ്പ് ചെയ്യാനും കോശങ്ങളുടെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങും അതുപോലെ തന്നെ ബ്രെയിനിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം സോഡിയം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴത്തേക്ക് നമുക്ക് ശരീരത്തിൽ പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുക, ശരീരവേദന വരിക, തലവേദന വരിക, വോമിറ്റിംഗ് വരിക, കൈകാലുകളെല്ലാം തന്നെ ഷിവറിംഗ് അനുഭവപ്പെടുക, അതുപോലെ മസിൽസിന്റെ കോർഡിനേഷൻ നഷ്ടമാവുക, മസിൽസ് ക്രാംസ്, മസിൽസ് വേദന വരിക, പിന്നെ ഓർമ്മശക്തി നഷ്ടപ്പെടുക, ചിന്താശേഷി നഷ്ടപ്പെടുക, ഇതെല്ലാം തന്നെ സംഭവിക്കുന്നു. ഇത് പ്രധാനമായിട്ടും കരൾ സംബന്ധമായ രോഗമുള്ളവരിലും വൃക്ക സംബന്ധമായിട്ട് രോഗമുള്ളവരിലും അതുപോലെ തന്നെ അമിതമായിട്ട് വെള്ളം കുടിക്കുന്നവരിൽ ഒരുപാട് ലവണങ്ങൾ പുറന്തള്ളപ്പെടാൻ കാരണമാകുന്നു. അതുപോലെ ഹൃദയത്തിന്റെ പമ്പിംഗ് ലെവൽ കുറയുന്നവരിലും കണ്ടുവരുന്നുണ്ട്. ഇത് പ്രായമായവരിലോ അല്ലെങ്കിൽ ബെഡ് റിഡൻ ആയിട്ടുള്ളവരിലും ഇത്തരം സോഡിയം നഷ്ടപ്പെടുന്നത് വളരെയധികം കോംപ്ലിക്കേഷൻ, ഈവൻ മരണത്തിന് വരെ കാരണമാകുന്നു. സോ സോഡിയം ലെവൽ കുറയുന്ന ഒരു അവസ്ഥയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈക്വൽ എമൗണ്ട് ആയിട്ട് നമ്മൾ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മധുരം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുപോലെ തന്നെ ഏത്തയ്ക്ക, പപ്പായ, അതുപോലെ തന്നെ കരിക്ക് എന്നിവ കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ പ്രായമുള്ളവരിൽ സൂപ്പ് ഫോമിൽ, അതായത് പച്ചക്കറിയുടെ സൂപ്പ് ഫോമിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യാം. താങ്ക് യു.